ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് MSME സെക്ടർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫിനാൻസിങ്. MSME എന്ന് പറയുമ്പോൾ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാർ, അതായത് 5 കോടി മുതൽ 250 കോടി വരെ വാർഷിക വരുമാനമുള്ള കമ്പനികൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, രണ്ട് രീതിയിലാണ് ഇവർക്ക് മാർക്കറ്റിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന്, ഒരു ബാങ്ക് ലോൺ വഴി, അതായത് ഡെറ്റ് ഫിനാൻസിങ്. രണ്ടാമത്തെ ഓപ്ഷൻ, അവരുടെ കമ്പനിയിൽ ഒരു വീതം വേറൊരു ഇൻവെസ്റ്റർക്ക് കൊടുക്കുക, അതായത് ഇക്വിറ്റി ഫിനാൻസിങ്. പക്ഷേ നിങ്ങളൊരു ചെറുകിട ബിസിനസ്സുകാരനാണെങ്കിൽ ഈ 2 ഫിനാൻസിങ് ഓപ്ഷൻസും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള റിസ്ക് ക്യാപിറ്റൽ. ഇന്നും ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ്മെന്റ് ആയി പോകുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റുകളാണ്. ഇത് ഒഴുകിയെത്തുന്നത് ഒരു ബാങ്കിലാണ്. ഈ ബാങ്കുകാർ ഒരു സ്റ്റാർട്ടപ്പിന് ലോൺ കൊടുക്കുമോ അതോ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാർക്ക് ലോൺ കൊടുക്കുമോ? എൻ്റെ അഭിപ്രായത്തിൽ അവർ തീർച്ചയായിട്ടും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകാർക്കാണ് ലോൺ കൊടുക്കുക. കാരണം ആ ലോണിൽ വരാവുന്ന ഡിഫോൾട്ട് കുറവായിരിക്കും ആൻഡ് അവർക്ക് കിട്ടുന്ന റിട്ടേൺസും കൂടുതലായിരിക്കും. രണ്ടാമത്തെ പ്രശ്നം, ഒരു ചെറുകിട ബിസിനസ്സുകാരന് ഈ പറയുന്ന ഏഞ്ചൽ ഇൻവെസ്റ്ററിനെയോ അല്ലെങ്കിൽ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെയൊക്കെ കാണാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ, അതിന് വേണ്ടത്ര പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ സപ്പോർട്ടോ നമുക്കിപ്പോൾ കിട്ടിത്തുടങ്ങിയിട്ടില്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ 2 ഫിനാൻസിങ് ഓപ്ഷൻസും നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ മൂന്നാമതായിട്ടുള്ള ഒരു ഫിനാൻസിങ് ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ പേര് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്നാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൈസ നിങ്ങൾ തന്നെ റേസ് ചെയ്യുക. ഇതിന് ഞാൻ കുറച്ച് കാൽക്കുലേഷൻസ് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് വേണ്ടത് ഏകദേശം 20 ലക്ഷം രൂപയാണ് എന്ന് വിചാരിക്കുക. പിന്നെ സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ മാസവും നമുക്ക് 50,000 രൂപയുടെ ചെലവുകളുണ്ട് എന്ന് വിചാരിക്കുക. ഈ 2 ഓപ്ഷനും നമുക്ക് മ്യൂച്വൽ ഫണ്ട് വഴി പോസിബിൾ ആണ്. ഫസ്റ്റത്തെ പ്രോബ്ലം, നമുക്ക് 20 ലക്ഷം രൂപ റേസ് ചെയ്യണം. ഇതിന് നമുക്കൊരു 5 വർഷത്തെ കാലയളവ് ഉണ്ടെങ്കിൽ ഏകദേശം 27,000 രൂപ മന്ത്ലി SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 5-ാം വർഷം നിങ്ങൾക്ക് 20 ലക്ഷം രൂപയുടെ പൈസയെങ്കിലും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകും. ഇത് വെച്ച് നിങ്ങൾക്കൊരു മിഷനറി വാങ്ങിക്കുകയോ നിങ്ങൾക്കൊരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് എല്ലാ മാസവും ഒരു 50,000 രൂപ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് 12,000 രൂപയുടെ ഒരു SIP ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. 5 വർഷം അടയ്ക്കുക പൈസ. 5 വർഷം അടയ്ക്കുന്നതിന് ശേഷം ഏകദേശം 10,50,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാകും. 61ാമത്തെ മാസം മുതൽ, അതായത് നിങ്ങൾ സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്തതിൻ്റെ അടുത്ത മാസം മുതൽ 50,000 രൂപയുടെ ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ നിങ്ങൾ ഇടുക. ഈ 50,000 രൂപയുടെ വിഡ്രോവൽ ഏകദേശം അടുത്ത 36 മാസം, അതായത് അടുത്ത 3 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതിനുശേഷം ആ ഫണ്ട് അവിടെ എക്സോസ്റ്റ് ആവുന്നുണ്ടാവും. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് നിങ്ങൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 3 വർഷം കൊണ്ട് അത് വളരെയധികം സക്സസ്ഫുൾ ആക്കുമെന്ന്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ബാലചന്ദ്രൻ മിശ്രാം, യുവർ വെൽത്ത് മാനേജർ.